യിരെമ്യാവ് 9-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. അയ്യോ, എന്റെ ജനത്തിന്റെ പുത്രിയുടെ നിഹിതന്മാർ നിമിത്തം രാവും പകലും കരയേണ്ടതിന് എന്റെ തല വെള്ളവും എന്റെ കണ്ണുനീരുറവും ആയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അയ്യോ, എന്റെ ജനത്തെ വിട്ടുപോയി കളയേണ്ടതിന് മരുഭൂമിയിൽ വഴിയാത്രക്കാർക്കുള്ള ഒരു സത്രം എനിക്ക് കിട്ടിയെങ്കിൽ കൊള്ളായിരുന്നു. അവരെല്ലാവരും വ്യഭിചാരികളും ദ്രോഹികളുടെ കൂട്ടവുമല്ലോ. അവർ വ്യാജത്തിനായിട്ട് നാവ് വില്ലുപോലെ കുലയ്ക്കുന്നു. അവർ സത്യത്തിനായിട്ടല്ല ദേശത്ത് വീര്യം കാണിക്കുന്നത്. അവർ ഒരു ദോഷം വിട്ടു മറ്റൊരു ദോഷത്തിന് പുറപ്പെടുന്നു. അവർ എന്നെ അറിയുന്നില്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരനെ സൂക്ഷിച്ചുകൊള്ളുവീൻ. ഒരു സഹോദരനിലും നിങ്ങൾ ആശ്രയിക്കരുത്. ഏത് സഹോദരനും ഉപായം പ്രവർത്തിക്കുന്നു, ഏത് കൂട്ടുകാരനും നുണ പറഞ്ഞ് നടക്കുന്നു. അവർ ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരനെ ചതിക്കും. സത്യം സംസാരിക്കുകയുമില്ല. വ്യാജം സംസാരിപ്പാൻ അവർ നാവിനെ അഭ്യസിപ്പിച്ചിരിക്കുന്നു. നീതികേട് പ്രവർത്തിപ്പാൻ അവർ അധ്വാനിക്കുന്നു. നിന്റെ വാസം വഞ്ചനയുടെ നടുവിലാകുന്നു. വഞ്ചന നിമിത്തം അവർ എന്നെ അറിവാൻ നിരസിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഇതാ, ഞാൻ അവരെ ഉരുക്കി ശോധന കഴിക്കും. എന്റെ ജനത്തിന്റെ പുത്രിയെ വിചാരിച്ച് ഞാൻ മറ്റെന്ത് ചെയ്യേണ്ടു? അവരുടെ നാവ് മരണകരമായ അസ്ത്രമാകുന്നു. അത് വഞ്ചന സംസാരിക്കുന്നു. വായ്കൊണ്ട് ഓരോരുത്തരും താന്താന്റെ കൂട്ടുകാരനോട് സമാധാനം സംസാരിക്കുന്നു. ഉള്ളുകൊണ്ടോ അവനായി പതിയിരിക്കുന്നു. ഇവ നിമിത്തം ഞാൻ അവരെ സന്ദർശിക്കാതെ ഇരിക്കുമോ? ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യഹോവയുടെ അരുളപ്പാട്. പർവ്വതങ്ങളെക്കുറിച്ച് ഞാൻ കരച്ചിലും വിലാപവും, മരുഭൂമിയിലെ മേച്ചൽപ്പുറങ്ങളെക്കുറിച്ച് പ്രലാപവും തുടങ്ങും. ആരും വഴിപോകാതെ വണ്ണം അവ വെന്തുപോയിരിക്കുന്നു. കന്നുകാലികളുടെ ഒച്ച കേൾക്കുന്നില്ല. ആകാശത്തിലെ പക്ഷികളും മൃഗങ്ങളും എല്ലാം വിട്ടുപോയിരിക്കുന്നു. ഞാൻ യെരൂശലേമിനെ കൽക്കുന്നുകളും കുറുനരികളുടെ പാർപ്പിടവുമാക്കും. ഞാൻ യഹൂദ പട്ടണങ്ങളെ നിവാസികൾ ഇല്ലാതാകും വണ്ണം ശൂന്യമാക്കി കളയും. ഇത് ഗ്രഹിപ്പാൻ തക്ക ജ്ഞാനമുള്ളവനാർ? അതിനെ പ്രസ്താവിപ്പാൻ തക്കവണ്ണം യഹോവയുടെ വായ് ആരോട് അരുളിച്ചെയ്തു? ആരും വഴിപോകാതെ വണ്ണം ദേശം നശിച്ചു മരുഭൂമി പോലെ വെന്തുപോകുവാൻ സംഗതിയെന്ത്? യഹോവ അരുളിച്ചെയ്യുന്നത്: ഞാൻ അവരുടെ മുമ്പിൽ വെച്ച ന്യായപ്രമാണം അവർ ഉപേക്ഷിച്ചു എന്റെ വാക്ക് കേൾക്കുകയോ അത് അനുസരിച്ച് നടക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ഹൃദയത്തിന്റെ ശാഠ്യത്തെയും തങ്ങളുടെ പിതാക്കന്മാർ തങ്ങളെ അഭ്യസിപ്പിച്ച ബാൽ വിഗ്രഹങ്ങളെയും അനുസരിച്ച് നടന്നതുകൊണ്ട് യിസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ ഈ ജനത്തെ കാഞ്ഞിരം കൊണ്ട് പോഷിപ്പിച്ചു നഞ്ചുവെള്ളം കുടിപ്പിക്കും. അവരും അവരുടെ പിതാക്കന്മാരും അറിയാത്ത ജാതികളുടെ ഇടയിൽ ഞാൻ അവരെ ചിഹ്നിച്ചു. അവരെ മുടിക്കുവോളം അവരുടെ പിന്നാലെ വാളയക്കും. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: നിങ്ങൾ ചിന്തിച്ചു വിലാപക്കാരത്തികളെ വിളിച്ചു വരുത്തുവീൻ. സാമർഥ്യമുള്ള സ്ത്രീകളെ ആളയിച്ചു വരുത്തുവീൻ. നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകത്തക്കവണ്ണവും നമ്മുടെ കൺപോളയിൽ നിന്ന് വെള്ളം ചാടത്തക്കവണ്ണവും അവർ ബന്ധപ്പെട്ട് വിലാപം കഴിക്കട്ടെ. സിയോനിൽ നിന്ന് ഒരു വിലാപം കേൾക്കുന്നു: നാം എത്ര ശൂന്യമായിരിക്കുന്നു! നാം അത്യന്തം നാണിച്ചിരിക്കുന്നു! നാം ദേശത്തെ വിട്ടുപോയല്ലോ! നമ്മുടെ നിവാസങ്ങളെ അവർ തള്ളിയിട്ട് കളഞ്ഞിരിക്കുന്നു. എന്നാൽ സ്ത്രീകളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. നിങ്ങളുടെ ചെവി അവന്റെ വായിലെ വചനം ശ്രദ്ധിക്കട്ടെ. നിങ്ങളുടെ പുത്രിമാരെ വിലാപവും ഓരോരുത്തി താന്താന്റെ കൂട്ടുകാരത്തിയെ പ്രലാപവും അഭ്യസിപ്പിപ്പീൻ. വിശാല സ്ഥലത്തുനിന്ന് പൈതങ്ങളെയും വീഥികളിൽ നിന്ന് യുവാക്കളെയും ഛേദിച്ചു കളയേണ്ടതിന് മരണം നമ്മുടെ കിളിവാതിലുകളിൽ കൂടി കയറി നമ്മുടെ അരമനകളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. മനുഷ്യരുടെ ശവങ്ങൾ വയലിലെ ചാണകം പോലെയും കൊയ്ത്തുകാരന്റെ പിമ്പിലെ അരിപ്പിടി പോലെയും വീഴും. ആരും അവയെ കൂട്ടിച്ചേർക്കയില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് എന്ന് പറക. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ: യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നുവെന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇതാ, മിസ്രയീം, യഹൂദ, ഏദോം, അമ്മോന്യർ, മോവാബ്, തലയുടെ അരി വടിക്കുന്ന മരുവാസികൾ എന്നിങ്ങനെ അഗ്രചർമ്മത്തോടുകൂടിയ സകല പരിച്ഛേദനക്കാരെയും ഞാൻ ശിക്ഷിപ്പാനുള്ള കാലം വരുന്നു. സകല ജാതികളും അഗ്രചർമ്മികളല്ലോ, എന്നാൽ യിസ്രായേൽ ഗൃഹമൊക്കെയും ഹൃദയത്തിൽ അഗ്രചർമ്മികളാകുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട്.